ഇന്നത്തേത് ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. നമ്മുടെ നിയറസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള തിരൂരിലേക്ക് പോയ ഒരു ചെറിയ വ്ളോഗാണ് കാണിക്കുന്നത്. എന്നിരുന്നാലും ഈ വ്ളോഗിലൂടെ തിരൂരിലെ ഫേമസ് ആയിട്ടുള്ള 2 സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് തിരൂരിലെ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നേ. ആക്ച്വലി അതിനു വേണ്ടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കണ്ട ശേഷം ഡോക്ടർ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി കാണിക്കാൻ വരാൻ വേണ്ടി പറഞ്ഞിരുന്നു. അങ്ങനെ 2 ദിവസവും തിരൂരിലേക്ക് വന്ന വീഡിയോ ഞാൻ ഒറ്റ വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്തതാണിത്. ഈ ഹോസ്പിറ്റലിൽ എടുക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുടെ ലിസ്റ്റും അവരുടെ സർവീസൊക്കെ കൊടുത്തിട്ടുള്ളൊരു ബോർഡ് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് തന്നെ ഭാവിയിൽ ചിലപ്പോൾ ഉപകാരമാവല്ലോ എന്ന് വിചാരിച്ച് വെറുതെ വീഡിയോ എടുത്തതായിരുന്നു അത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോരുന്ന വഴിയിൽ ഒരു ഇത്ത ബൺമസ്ക വിൽക്കുന്നതായി കണ്ടു. ഇനി ഈ കേരളത്തിൽ തന്നെ ഞാനൊരാൾ മാത്രമായിരിക്കും ബൺമസ്ക കഴിക്കാത്തതെന്നും പറഞ്ഞ് ഹസ്ബൻഡിനെ കൊണ്ട് വണ്ടി അവിടെ നിർത്തിപ്പിച്ചു. എന്നിട്ട് ഒരു ബൺമസ്കയും ഇറാനി ചായയും അവിടുന്ന് വാങ്ങി കഴിച്ചു. ബൺമസ്ക കൊള്ളാട്ടോ, മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് തിരൂർ ഗൾഫ് മാർക്കറ്റിലേക്കാണ്. തിരൂർ ഗൾഫ് മാർക്കറ്റ് അല്ലെങ്കിൽ ഫോറിൻ മാർക്കറ്റ് എന്നും അവിടെ പറയും. കേരളത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മൊബൈൽ ആൻഡ് ഇലക്ട്രോണിക് ആക്സസറീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹോൾസെയിൽ മാർക്കറ്റാണ് തിരൂർ ഗൾഫ് മാർക്കറ്റ്. ഇവിടെ ഒരുപാട് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പുകളുണ്ട്. അതുപോലെ തന്നെ വാച്ചസിൻ്റെയും പെർഫ്യൂംസിൻ്റെയും ഒക്കെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. പൂക്കളും തോരണങ്ങളും അലങ്കാര ലൈറ്റുകളും ടൂൾസും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ കാണാം, അതും ചീപ്പ് റേറ്റിൽ. ഞങ്ങളിവിടെ വന്നത് ഇയർ ആൻഡ് സെയിലിൻ്റെ സമയത്താണ്. അതുകൊണ്ട് തന്നെ കടകൾ മൊത്തം ക്രിസ്മസ് വൈബിലായിരുന്നു. കൂടാതെ വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ ഒരു ബോഡി ലോഷനും മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ അവിടുന്ന് വാങ്ങിച്ചു. പുറത്ത് കിട്ടുന്ന എല്ലാ ക്രീംസും പെർഫ്യൂംസൊക്കെ ഇവിടെയും അവൈലബിൾ ആണ്. ഇവിടെ ഇലക്ട്രോണിക് ആൻഡ് മൊബൈൽ ആക്സസറീസിൻ്റെ ഒരുപാട് ഷോപ്പുകൾ ഇതുപോലെ കാണാൻ കഴിയും. ഞാൻ എൻ്റെ ഫോണിൻ്റെ കേസൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാ ഫോണിനും പറ്റിയ നല്ല ഭംഗിയുള്ള എസ്തെറ്റിക് ആയിട്ടുള്ള ഒരുപാട് ഫോൺ കേസസ് ഉണ്ട്. വെള്ളിയാഴ്ച ദിവസം ഈ ഹോൾസെയിൽ ഷോപ്സൊക്കെ ലീവായിരിക്കും. എന്നാൽ ഇവിടെ വെള്ളിയാഴ്ച തെരുവോര കച്ചവടക്കാരുടെ ഫ്രൈഡേ മാർക്കറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു മാർക്കറ്റ് ഉണ്ടായിരിക്കുന്നു കേട്ടു. നല്ല ചീപ്പ് റേറ്റിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന ഒരു മാർക്കറ്റായിരിക്കും അന്നേ. അതുപോലെ ചെരുപ്പ്, ഡ്രസ്സ്, ഇലക്ട്രോണിക് ഐറ്റംസ്, ബാഗ്സ്, വാലറ്റ്സ്, ബെൽറ്റ്, അങ്ങനെ ഡ്രസ്സ്, ഒരുപാട് സാധനങ്ങൾ അന്നിവിടെ ചീപ്പ് റേറ്റിൽ കിട്ടുമെന്ന് കേട്ടു. ബസ് സ്റ്റാൻഡിനും റെയിൽവേ സ്റ്റേഷനും ഇടയിലുള്ളൊരു ചെറിയ പ്രദേശമാണ് ഈ തിരൂർ ഗൾഫ് മാർക്കറ്റായി ഇപ്പോൾ വളർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഒരുപാട് സ്ഥലത്തായി വ്യാപിച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും അടുത്തായതുകൊണ്ട് തന്നെ എവിടെ നിന്ന് വരുന്നവർക്കും നല്ല ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലമാണ് ഈ തിരൂർ ഗൾഫ് മാർക്കറ്റ്. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു തട്ടുകടയിൽ നിന്ന് ചായയും സ്നാക്സൊക്കെ കഴിച്ചു. ഇനി കാണിക്കുന്നത് നെക്സ്റ്റ് ഡേയിലെ വീഡിയോ ആണ്. പിന്നീട് തിരൂർ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണിത്. ഇത് തിരൂരിലെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള സ്ഥലം തുഞ്ചൻ പറമ്പ്. ഈ സ്ഥലം വീഡിയോ കാണുന്ന അധിക പേർക്കും അറിയുന്നുണ്ടാകും. കുട്ടികളെ എഴുത്തിനിരുത്താനൊക്കെ ഒരുപാട് പേർ ഇവിടെ വരാറുണ്ട്. ഇവിടേക്ക് കയറാൻ എൻട്രി ഫീ ഒന്നുമില്ല, പക്ഷേ വീഡിയോ എടുക്കാൻ ചെറിയ ചാർജ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ മ്യൂസിയത്തിൽ കയറാൻ 20 രൂപ ടിക്കറ്റ് ഫീ ഉണ്ട്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ജന്മദേശമാണ് തുഞ്ചൻ പറമ്പ്. ഭാഷാപിതാവിന് അർഹമായ ആദരം എന്ന നിലയിൽ സ്മാരകവും മ്യൂസിയവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിജയദശമി നാളിൽ ആദ്യാക്ഷരം കുറിക്കാൻ ഇന്നും ഇവിടെ കുട്ടികൾ എത്താറുണ്ട്. എഴുത്തച്ഛൻ്റെ എഴുത്താണി, എഴുത്തോല ഉൾപ്പെടെ ഭാഷാചരിത്രവുമായി ബന്ധപ്പെട്ട ലിഖിതങ്ങളും പുരാതന രേഖകളും സരസ്വതി മണ്ഡപത്തിലും അതിനോട് ചേർന്ന ലൈബ്രറിയിലുമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഉള്ളിലായിട്ട് ക്ഷേത്രം, കുളം, കുളപ്പുര, അതുപോലെ തന്നെ ഊട്ടുപുര, വിശ്രമമന്ദിരം, ഹാള്, മ്യൂസിയം, ലൈബ്രറി, സരസ്വതി മണ്ഡപം എന്നിങ്ങനെയൊക്കെയുള്ള കെട്ടിടങ്ങൾ കാണാം. അതുപോലെ തന്നെ ഒരുപാട് സാഹിത്യകാരന്മാർ നട്ട തൈകളൊക്കെ ഇവിടെ കാണാവുന്നതാണ്. വീഡിയോ അലൗഡ് അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ അധികം ഒന്നും ഉള്ളിലെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ മ്യൂസിയവും മറ്റു കെട്ടിടങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് തിരൂരിലെ ഖലീസ് റെസ്റ്റോറൻറ്റിലേക്കാണ്.
ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു വൈബിലായിരുന്നു അവിടുത്തെ ഡെക്കറേഷൻസൊക്കെ. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാൻ. വൈകുന്നേരം ഒരു 6-6:30 ആയി കാണും നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു ചായ കുടിക്കാത്തതുകൊണ്ട് എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നി. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റായിട്ട് ഓർഡർ ചെയ്തത് ചായ ആയിരുന്നു. അങ്ങനെ സ്റ്റാർട്ടറായി ചായ കുടിച്ചു. പിന്നെ ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷം ഫുഡ് കിട്ടാൻ ഒത്തിരി നേരം എടുത്തു. ഗീ റൈസും ഫിഷ് തവയും മന്തി റൈസും ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. ഫിഷ് തവയിൽ ഫിഷായിട്ട് നമ്മൾ കാളാഞ്ചിയാണ് സെലക്ട് ചെയ്തത്. ഇവിടുത്തെ മന്തി റൈസ് എടുത്തു പറയേണ്ട ഒരു ഐറ്റം തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫിഷ് തവ നല്ല അടിപൊളിയായിരുന്നു. ഇത് ശരിക്കും 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഒന്നുമല്ല ഈ ഫിഷ് തവ. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കി വന്നത് പാഴ്സൽ ചെയ്ത് കൊണ്ടുപോയി. ഈ റെസ്റ്റോറൻറ്റിലെ സ്റ്റാഫിൻ്റെ സർവീസൊക്കെ വളരെ നല്ലതായി തോന്നി. പിന്നെ നല്ല ഹൈജീനിക് ആയിട്ടാണ് ഫുഡ് സെർവ് ചെയ്യുന്നതും. എല്ലാം കൊണ്ടും നല്ലൊരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു. ഫുഡ് കഴിച്ച ശേഷം നമ്മൾ നേരെ പോയത് സുഡിയോയിലേക്കാണ്. ഞാൻ ഇതുവരെ സുഡിയോയിൽ പോയിട്ടേ ഉണ്ടായിരുന്നില്ല. സുഡിയോയിലും സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 499, 399, 299, 199 ഈ ഒരു ഓഫറിലായിരുന്നു അധിക സാധനങ്ങളും. അതുപോലെ തന്നെ നല്ല വിൻ്റർ കളക്ഷൻസും വന്നിട്ടുണ്ടായിരുന്നു. ഡ്രസ്സിൽ മാത്രമല്ല, ചപ്പൽ, ഷൂസ്, ആക്സസറീസ് എല്ലാത്തിലും ഈ ഓഫേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഈ കാണുന്ന വൈറ്റ് ചപ്പൽ ഞാൻ എടുത്തിരുന്നു. ഞാൻ ഫാൻസി സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. നമുക്ക് വാങ്ങിയില്ലെങ്കിലും നോക്കലാണല്ലോ മെയിൻ. ലേഡീസിന് പറ്റിയിട്ടുള്ള ഫാൻസി ഐറ്റംസും മേക്കപ്പ് ഐറ്റംസും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു അവിടെ. സുഡിയോയിൽ നിന്ന് ഇറങ്ങി അധികം വൈകാതെ തന്നെ നെക്സ്റ്റ് ഷോപ്പിലും കയറി. പക്ഷേ ഇവിടുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ കിട്ടിയില്ല. പിന്നെ നമ്മൾ അധികം വൈകാതെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഈ വ്ളോഗിൻ്റെ എൻഡിലായിട്ട് തുഞ്ചൻപറമ്പിലെ മ്യൂസിയത്തിലെ കുറച്ച് കാഴ്ചകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കൂ.